സാധാരണ മീഷോന്ന് നമ്മൾ ഡ്രസ്സും അതുപോലെ കുട്ടികൾക്കുള്ള ടോയ്സ് അതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. ഒരു വെറൈറ്റി സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം, എന്താന്ന് കാണണ്ടേ ഇതിന്റെ ഉള്ളിലുള്ളത്. നല്ല സെറ്റപ്പിലാണ് കേട്ടോ ഇവര് പാക്ക് ചെയ്യുന്നത്. നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് എവിടെ കട്ട് ചെയ്യാം, എന്നിട്ട് വെട്ടിപ്പോയില്ലെങ്കിൽ സെല്ലോ ടേപ്പ് അപ്പൊ ഇത് അൺബോക്സ് ചെയ്തപ്പോ കണ്ടില്ല എന്താണെന്ന്. ഒരു മാവിന്റെ തൈയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ മാവില്ല കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടാവും എന്താന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, കേടുപാടുകളൊന്നുമില്ല. അതിന് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ വീട്ടില് എപ്പോഴും നമ്മളൊരു മാവിന്റെ തൈ വെക്കണം എന്നിങ്ങനെ വിചാരിച്ചതാണ്. അപ്പൊ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. 6 മാസം കൊണ്ട് കായ്ക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ മീഷോന്ന് കണ്ടിട്ട് വാങ്ങിയതാണ്. എന്തായാലും നല്ല സ്ഥലത്ത് കൊണ്ടേ നമുക്ക് നടനണ്ട. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. എന്തായാലും വലിയ റേറ്റ് ഒന്നും ഇല്ല. അപ്പൊ എല്ലാരും വരി, ഇതൊന്ന് യോജിച്ച സ്ഥലത്ത് പോയി കൊണ്ടേ വെക്കട്ടോ. താഴെ ഭാഗം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ബ്ലാക്ക് കവർ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ആ കവറൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മണ്ണ് തന്നെയാണ്, ആ കൊണ്ടുവന്ന ആ മണ്ണ് തന്നെയാണ് നമ്മൾ ആ ഒരു ബ്ലാക്ക് കവറൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ വെക്കാൻ പോണത് കേട്ടോ. പിന്നെ ആകെ മടിയുള്ളൊരു സംഭവം നമുക്ക് കൈക്കോട്ടൊക്കെ എടുത്തിട്ട് കുഴി കുത്തുക എന്നാണ്. കാരണം നമ്മൾ എടുക്കാത്തൊരു പണിയാണല്ലോ ഈ കൈക്കോട്ടെടുത്ത് കൊത്തല്. അപ്പൊ എന്തായാലും ഒരു കുഞ്ഞ് കൈക്കോട്ടുണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് എന്തായാലും ഒരു കുഴി കുത്തി. ഞാൻ കുറച്ചു നേരം കുത്തി, പിന്നെ അനിയത്തി കുറച്ചു നേരം കുത്തി. അങ്ങനെ എന്തായാലും കുഴി വലിയ കുഴിയൊന്നും ആയിട്ടില്ല. ഏകദേശം കുഴി ആയപ്പോ അതിലോട്ട് വെക്കുകയാണ് കേട്ടോ. എന്തായാലും നല്ല പ്രതീക്ഷയോട് കൂടിയാണ് വെക്കണത്. 6 മാസം കൊണ്ട് കായ്ക്കും എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ കാത്തിരുന്ന് കാണണല്ലേ. അപ്പൊ അതിന് ഇനി ആവശ്യമുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മളത് നടുന്ന സമയത്ത് കാര്യമായിട്ട് വളമൊന്നും ചേർത്തിട്ടില്ല. അത് അങ്ങനെ അങ്ങോട്ട് വെച്ചേക്കാണ്. നമ്മൾ ചെടികളോ മരങ്ങളോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുട്ടികളെ നോക്കുന്ന പോലെ നോക്കണല്ലേ. അങ്ങനെ സംരക്ഷിച്ചാലേ പിന്നെ അത് ഉണ്ടാവുള്ളൂ. നമ്മളത് വെച്ച് ആ ഭാഗം തിരിഞ്ഞു നോക്കാന്ന പിന്നെ ആ സാധനം ഉണ്ടാവില്ല, ഉണങ്ങി പോകും. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നഴ്സറികളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 1 വർഷം 2 വർഷമൊക്കെ കായ്ക്കുന്ന പിന്നെ ചക്ക അല്ലെ, പ്ലാവ്, അതുപോലെ തന്നെ മാവ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ മീഷോന്നാ കൂടുതലും നോക്കല്. പിന്നെ ഡ്രസ്സ് അങ്ങനെയുള്ള ടോയ്സ് ഒക്കെ കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു സാധനം നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇനിയിപ്പോ അത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഒരിത്തിരി വെള്ളം ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഉണ്ടായതിന്റെ ശേഷം നമുക്ക് പറയാട്ടോ അതെങ്ങനെയാണ് ഇതിന്റെ വളർച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കണ്ട്.